ആഗോള കാലാവസ്ഥാ വ്യതിയാനം ലോകമെമ്പാടും താപനില ഉയരാൻ കാരണമാകുന്നു. ഈ മാറ്റം ആവാസ വ്യവസ്ഥയെയും കാലാവസ്ഥാ രീതികളെയും മനുഷ്യജീവിതത്തെയും ബാധിക്കുന്നു. ഉഷ്ണമേഖലാ കാലാവസ്ഥയും അതുല്യമായ ഭൂമിശാസ്ത്രവുമുള്ള കേരളം ഈ സാഹചര്യത്തിൽ വ്യത്യസ്തമായ വെല്ലുവിളികൾ നേരിടുന്നു. സമൃദ്ധമായ ഭൂപ്രകൃതി, കടൽ തീരങ്ങൾ, വിപുലമായ ജൈവ വൈവിധ്യം എന്നിവയ്ക്ക് പേരുകേട്ട സംസ്ഥാനം താപനിലയുടെയും മഴയുടെയും സൂക്ഷ്മമായ സന്തുലിതാവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നു. താപനില 10 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിച്ചാൽ അനന്തരഫലങ്ങൾ കഠിനമായിരിക്കും. കേരളത്തിന്റെ തീരപ്രദേശങ്ങൾ സമുദ്രനിരപ്പ് ഉയരുകയും വെള്ളപ്പൊക്കത്തിനും ഭൂമി നഷ്ടപ്പെടുന്നതിനും കാരണമാകും. പ്രത്യേക കാലാവസ്ഥാ സാഹചര്യങ്ങളെ വളരെയധികം ആശ്രയിക്കുന്ന സംസ്ഥാനത്തിന്റെ കാർഷിക മേഖല ബുദ്ധിമുട്ടിലാകും. നെല്ല്, തേയില തുടങ്ങിയ വിളകൾ, ലോകത്തിലെ പ്രശസ്തമായ സുഗന്ധ വ്യഞ്ജനങ്ങൾ പോലും വംശനാശം നേരിടേണ്ടി വരും. പശ്ചിമഘട്ടം, കായലുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലെ ആവാസ വ്യവസ്ഥകൾ തകരും. വന്യജീവികളും മത്സ്യബന്ധനവും ഭീഷണിയിലാകും. സംസ്ഥാനത്തെ ജനങ്ങൾ കടുത്ത ചൂടും വർദ്ധിച്ച രോഗങ്ങളും ദൈനംദിന ജീവിതത്തിൽ തടസ്സങ്ങളും നേരിടേണ്ടി വരും. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈൻ, നൈട്രസ് ഓക്സൈഡ് തുടങ്ങിയ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ചൂട് പിടിച്ചു നിർത്തുന്നത്. ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്നറിയപ്പെടുന്ന ഈ പ്രക്രിയ ആഗോള താപനത്തിലേക്ക് നയിക്കുന്നു. മനുഷ്യപ്രവർത്തനങ്ങൾ കൂടുതൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് പുറത്തുവിടുന്നതിനാൽ താപനില ഉയരും. ആഗോള താപനിലയിലെ 10 ഡിഗ്രി സെൽഷ്യസ് വർധനവ് ഫീഡ്ബാക്ക് ലൂപ്പുകൾ ഈ പ്രഭാവം വർദ്ധിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, മഞ്ഞുപാളികൾ ഉരുകുമ്പോൾ അവ ഭൂമിയുടെ പ്രതിഫലന ശേഷി അല്ലെങ്കിൽ ആൽബിഡോ കുറയ്ക്കുകയും അത് കൂടുതൽ താപം ആഗിരണം ചെയ്യുകയും ചെയ്യുന്നു. കൂടാതെ ഐസ് ഉരുകുമ്പോൾ പെർമാഫ്രോസ്റ്റിൽ കുടുങ്ങിയ മീഥേൻ പുറത്തുവിടുകയും ഗ്രഹത്തെ കൂടുതൽ ചൂടാക്കുകയും ചെയ്യും. ഭൂമിയുടെ ചരിത്രത്തിൽ പാലിയോസിൻ, ഇയോസിൻ തെർമൽ മാക്സിമം പോലുള്ള ദ്രുതഗതിയിലുള്ള താപനം ഉണ്ടായിട്ടുണ്ട്. ഇത് താപനില ഗണ്യമായി വർദ്ധിക്കാൻ കാരണമായി. എന്നാൽ ഇത് ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് ഈ മാറ്റങ്ങൾ സംഭവിച്ചത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 10 ഡിഗ്രി സെൽഷ്യസ് വർധനവ് മനുഷ്യ നാഗരികതയ്ക്ക് വിനാശകരമായിരിക്കും. ജീവിവർഗങ്ങൾക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ ഇത് സംഭവിക്കും. ഇത് വ്യാപകമായ പാരിസ്ഥിതിക തകർച്ചയ്ക്കും തീവ്രമായ കാലാവസ്ഥാ സംഭവങ്ങൾക്കും കാരണമാകും. താപവർദ്ധനവിന്റെ ദ്രുതഗതിയിലുള്ള വേഗത കൃഷി, ജലസ്രോതസ്സുകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെയും ബാധിക്കും. സമുദ്രനിരപ്പ് ഉയരൽ, കൂടുതൽ ഇടയ്ക്കിടെയുള്ള ഉഷ്ണതരംഗങ്ങൾ, പ്രവചനാതീതമായ കാലാവസ്ഥാ രീതികൾ എന്നിവ മനുഷ്യ ജനസംഖ്യയെ ബാധിക്കും. 10 ഡിഗ്രി താപനില വർധനവിന്റെ ഫലങ്ങൾ മനുഷ്യ സമയ സ്കെയിലുകളിൽ വിനാശകരവും മാറ്റാനാവാത്തതുമായിരിക്കും. 10 ഡിഗ്രി സെൽഷ്യസ് താപനില വർധനവ് കേരളത്തിലുടനീളം കടുത്ത ചൂടിന് കാരണമാകും. ജനങ്ങളുടെ ദൈനംദിന ജീവിതം അസഹനീയമാകും. ഉഷ്ണതരംഗങ്ങൾ പതിവായി മാറുകയും ചൂടുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, താപാഘാതം, നിർജ്ജലീകരണം, ശ്വസന പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യും. പ്രായമായവരും കുട്ടികളും പോലുള്ള ദുർബല വിഭാഗങ്ങൾക്ക് അപകട സാധ്യത കൂടുതലാണ്. ആലപ്പുഴ, കുട്ടനാട് തുടങ്ങിയ സ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള കേരളത്തിലെ തീരപ്രദേശങ്ങൾ സമുദ്രനിരപ്പ് ഉയരുന്നതിനെ നേരിടും. ഹിമാനികൾ ഉരുകുന്നതും സമുദ്രങ്ങളുടെ താപവികാസവും സമുദ്രജലത്തെ ഉൾനാടുകളിലേക്ക് തള്ളിവിടുകയും താഴ്ന്ന പ്രദേശങ്ങളെ വെള്ളത്തിനടിയിലാക്കുകയും ചെയ്യും. ഭൂമി നഷ്ടപ്പെടുന്നത് വീടുകളെയും കാർഷിക മേഖലകളെയും ബാധിക്കും. ഇത് സ്ഥാനഭ്രംശത്തിനും സാമ്പത്തിക അസ്ഥിരതയ്ക്കും കാരണമാകും. കേരളത്തിന്റെ സമ്പന്നമായ ജൈവ വൈവിധ്യം ഗണ്യമായ ഭീഷണികൾ നേരിടേണ്ടി വരും. നിരവധി സവിശേഷ ജീവിവർഗങ്ങളുടെ ആവാസ കേന്ദ്രമായ പശ്ചിമഘട്ടം പാരിസ്ഥിതിക സമ്മർദ്ദം അനുഭവിക്കും. വർദ്ധിച്ചു വരുന്ന ചൂട് ആവാസ വ്യവസ്ഥയുടെ സൂക്ഷ്മമായ സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്തുകയും നിരവധി ജീവിവർഗങ്ങളുടെ വംശനാശത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഈ ആവാസ വ്യവസ്ഥകളിലെ ഭക്ഷ്യശൃംഖലകൾ തകരുകയും വന്യജീവികളെയും സസ്യജീവിതത്തെയും ബാധിക്കുകയും ചെയ്യും. നിർദ്ദിഷ്ട താപനിലയെയും മഴയുടെ രീതികളെയും ആശ്രയിച്ചിരിക്കുന്ന കൃഷിയും ബാധിക്കും. വിളകൾ പരാജയപ്പെടാം. പുതിയ കീടങ്ങളോ രോഗങ്ങളോ ആക്രമിക്കാം. ഈ പാരിസ്ഥിതിക മാറ്റങ്ങൾ ഒരു ഡൊമിനോ പ്രഭാവം സൃഷ്ടിക്കും. ഇത് കേരളത്തിന് അതിന്റെ പ്രകൃതി സൗന്ദര്യവും വിഭവങ്ങളും നിലനിർത്തുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാക്കും. ജൈവ വൈവിധ്യത്തിന്റെ നഷ്ടം മൊത്തത്തിലുള്ള ജീവിത നിലവാരത്തെ സാരമായി ബാധിക്കും. 10 ഡിഗ്രി സെൽഷ്യസ് താപനിലയിലെ വർധനവ് കേരളത്തിലെ കാർഷിക മേഖലയെ വലിയ തോതിൽ ബാധിക്കും. നെല്ല്, തേങ്ങ, സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങിയ വിളകൾക്ക് ചൂട് സമ്മർദ്ദവും ജലക്ഷാമവും അനുഭവപ്പെടും. താപനിലയിലെ വർധനവ് വളർച്ചാ ഋതുക്കളെ ബാധിക്കുകയും വിളവ് കുറയുകയും ചെയ്യും. കേരളത്തിലെ കൃഷി പ്രത്യേക താപനിലയെയും മഴയുടെ സാഹചര്യങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു. ഉഷ്ണതരംഗങ്ങളും മാറുന്ന കാലാവസ്ഥയും കാരണം പല വിളകളും പരാജയപ്പെടും. പുതിയ സാഹചര്യങ്ങളിൽ അതിജീവിക്കാൻ കഴിയുന്ന വിളകളിലേക്ക് മാറിക്കൊണ്ട് കർഷകർ പൊരുത്തപ്പെടേണ്ടി വരും. പക്ഷേ ഇതിന് പുതിയ അറിവും വിഭവങ്ങളും സാങ്കേതിക വിദ്യയും ആവശ്യമാണ്. ചില പ്രദേശങ്ങൾ പരമ്പരാഗത വിളകൾക്ക് അനുയോജ്യമല്ലാതാകുകയും കാർഷിക രീതികളിൽ പൂർണ്ണമായ മാറ്റം വരുത്തുകയും ചെയ്യും. ജലസ്രോതസ്സുകളെയും ഇത് സാരമായി ബാധിക്കും. വർദ്ധിച്ച ചൂടും ബാഷ്പീകരണവും കാരണം നദികൾ, കിണറുകൾ, ജലസംഭരണികൾ എന്നിവ വറ്റിപ്പോകും. ഇത് സംസ്ഥാനത്തുടനീളം ജലക്ഷാമത്തിന് കാരണമാകും. കേരളത്തിലെ കൃഷി ജലസേചനത്തെ വളരെയധികം ആശ്രയിക്കുന്നു. ആവശ്യത്തിന് വെള്ളമില്ലാതെ വിളകൾ നിലനിൽക്കില്ല.
കൂടാതെ കടൽവെള്ളം കയറുന്നത് തീരപ്രദേശങ്ങളിലെ ശുദ്ധജല സ്രോതസ്സുകളിൽ ലവണാംശം വർദ്ധിപ്പിക്കും. ഇത് വെള്ളം കുടിക്കാനും കൃഷിക്കും അനുയോജ്യമല്ലാതാക്കും. ജലക്ഷാമം രൂക്ഷമാകുമ്പോൾ സമൂഹങ്ങൾ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ പാടുപെടുകയും ജലസ്രോതസ്സുകളെ ചൊല്ലിയുള്ള സംഘർഷം ഉണ്ടാകുകയും ചെയ്യും. സംസ്ഥാനത്തിന്റെ ഭക്ഷ്യസുരക്ഷ അപകടത്തിലാകും. ഇത് സാമ്പത്തിക ദുരിതത്തിന് കാരണമാകും. 10 ഡിഗ്രി സെൽഷ്യസ് താപനിലയിലെ വർധനവ് കേരളത്തിന് ഗുരുതരമായ സാമൂഹിക സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, ടൂറിസവുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എന്നിവർ വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരും. സമുദ്ര താപനിലയിലെ വർധനവും ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങളും കാരണം വിളകൾ പരാജയപ്പെടും. മത്സ്യബന്ധനം തകരും. ഇത് കൃഷിയെയും മത്സ്യബന്ധനത്തെയും ആശ്രയിക്കുന്നവർക്ക് ഗണ്യമായ വരുമാന നഷ്ടത്തിലേക്ക് നയിക്കും. കേരളത്തിന്റെ പ്രകൃതി സൗന്ദര്യത്തെയും കാലാവസ്ഥയെയും ആശ്രയിക്കുന്ന ടൂറിസം വ്യവസായവും തകരും. കടുത്ത ചൂടും പ്രാദേശിക പരിസ്ഥിതികളിലെ തടസ്സങ്ങളും കാരണം വിനോദസഞ്ചാരികൾ സംസ്ഥാനത്തെ ഒഴിവാക്കിയേക്കാം. വെള്ളപ്പൊക്കം, ചുഴലിക്കാറ്റുകൾ, വരൾച്ച തുടങ്ങിയ കാലാവസ്ഥാ പ്രേരിത ദുരന്തങ്ങൾ വ്യാപകമായ സാമ്പത്തിക നാശത്തിന് കാരണമാകും. ഇത് പ്രതിസന്ധിയെ കൂടുതൽ വഷളാക്കും. ആരോഗ്യ സംവിധാനം ഒരു വലിയ പ്രതിസന്ധിയെ നേരിടും. താപനില ഉയരുന്നത് മലേറിയ, ഡെങ്കി തുടങ്ങിയ രോഗാണുക്കളുടെ വ്യാപനം വർദ്ധിപ്പിക്കും. വർദ്ധിച്ചു വരുന്ന ചൂട് കൊതുകുകൾ പെരുകുന്നതിനും രോഗങ്ങൾ പടർത്തുന്നതിനും കൂടുതൽ അനുകൂലമായ അന്തരീക്ഷം നൽകും. മാനസികാരോഗ്യത്തെയും ഇത് ബാധിക്കും. വെള്ളപ്പൊക്കവും ഉഷ്ണതരംഗങ്ങളും മൂലം കുടിയിറക്കപ്പെട്ട ആളുകൾക്ക് ഉത്കണ്ഠയും ആഘാതവും അനുഭവപ്പെടും. സ്ഥിതി കൂടുതൽ വഷളാകുമോ എന്ന ഭയം മാനസികക്ഷേമത്തെ ബാധിക്കും. കേരളത്തിന്റെ പ്രകൃതി പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പരമ്പരാഗത ജീവിതശൈലികൾ അപ്രത്യക്ഷമാകാൻ തുടങ്ങും. സംസ്ഥാനത്തിന്റെ ആവാസ വ്യവസ്ഥ മാറുന്നതിനനുസരിച്ച് ഭൂമി, വനങ്ങൾ, നദികൾ എന്നിവയുമായുള്ള ജനങ്ങളുടെ ബന്ധം മങ്ങും. സാംസ്കാരിക സ്വത്വത്തിന്റെ ഈ നഷ്ടം കേരളത്തിന്റെ സമ്പന്നമായ പൈതൃകത്തെ ബാധിക്കും. താപനിലയിൽ 10 ഡിഗ്രി സെൽഷ്യസ് വർധനവ് ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് തീരദേശ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളുടെ കൂട്ടക്കുടിയിറക്കം കേരളം നേരിടേണ്ടി വരും. സമുദ്രനിരപ്പ് ഉയരുന്നതും വെള്ളപ്പൊക്കവും പലരെയും വീടുകൾ വിട്ടുപോകാൻ നിർബന്ധിതരാക്കും. കൊച്ചി, തിരുവനന്തപുരം പോലുള്ള നഗര കേന്ദ്രങ്ങളിലേക്കോ മറ്റു സംസ്ഥാനങ്ങളിലേക്കോ ആളുകൾ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് കുടിയേറും. വലിയ തോതിലുള്ള കുടിയേറ്റം വലിയൊരു അഭയാർത്ഥി പ്രതിസന്ധി സൃഷ്ടിക്കും. നിരവധി ആളുകൾക്ക് അവരുടെ വീടുകളും ഉപജീവന മാർഗങ്ങളും നഷ്ടപ്പെടും. ഇത് സാമൂഹികവും സാമ്പത്തികവുമായ അസ്ഥിരതയിലേക്ക് നയിക്കും. നഗര കേന്ദ്രങ്ങളിലേക്കുള്ള കുടിയേറ്റം പുതിയ വെല്ലുവിളികൾ സൃഷ്ടിക്കും. ഇത് ഭവന നിർമ്മാണം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വ സംവിധാനങ്ങൾ എന്നിവയിൽ സമ്മർദ്ദം ചെലുത്തും. ഇതിനകം തന്നെ വ്യാപിച്ചിരിക്കുന്ന ഈ നഗരങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ആളുകളുടെ ഒഴുക്കിനെ ഉൾക്കൊള്ളാൻ പാടുപെടും. ജലവിതരണം, മാലിന്യ സംസ്കരണം, ഗതാഗതം തുടങ്ങിയ പൊതുസേവനങ്ങൾ അമിതമാകും. ഇത് ജീവിത നിലവാരം കുറയുന്നതിനും ദാരിദ്ര്യം വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകാം. വിഭവങ്ങൾക്കായുള്ള മത്സരം വർദ്ധിക്കുന്നതിനനുസരിച്ച് സാമൂഹിക രാഷ്ട്രീയ സംഘർഷങ്ങളും വർദ്ധിക്കും. ജോലി, ഭൂമി, സേവനങ്ങൾ എന്നിവയെ ചൊല്ലി കുടിയേറ്റക്കാരുമായി പ്രദേശവാസികൾ ഏറ്റുമുട്ടിയേക്കാം. ഇത് സംഘർഷങ്ങൾക്കും സാമൂഹിക അസ്വസ്ഥതകൾക്കും കാരണമായേക്കാം. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം കേരളത്തിന്റെ ജനസംഖ്യാപരവും സാമൂഹികവുമായ ഘടനയെ സാരമായി മാറ്റും. അത്തരം കുടിയേറ്റത്തിന്റെ പാരിസ്ഥിതികവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ സംസ്ഥാനം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. താപനിലയിലെ 10 ഡിഗ്രി സെൽഷ്യസ് വർധനവിന്റെ ആഘാതങ്ങൾ പരിഹരിക്കുന്നതിന് കേരളം നിരവധി ലഘൂകരണ തന്ത്രങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. സൗരോർജ്ജം, കാറ്റ് തുടങ്ങിയ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ ഹരിതഗൃഹ വാതക ഉദ്വമനം കുറയ്ക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും. ശുദ്ധമായ ഊർജ്ജത്തിലേക്ക് മാറുന്നതിലൂടെ കേരളത്തിന് അതിന്റെ കാർബൺ ഫുട്പ്രിന്റ്സ് കുറയ്ക്കാനും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വേഗത കുറയ്ക്കാൻ സഹായിക്കാനും കഴിയും. പശ്ചിമഘട്ടത്തിലെ വനവൽക്കരണവും കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്യാനും ജൈവ വൈവിധ്യത്തിന് അത്യന്താപേക്ഷിതമായ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കാനും സഹായിക്കും. മാറ്റങ്ങളെ നേരിടുന്നതിന് പൊരുത്തപ്പെടുത്തൽ തന്ത്രങ്ങൾ അത്യന്താപേക്ഷിതമായിരിക്കും. കടൽ ഭിത്തികൾ നിർമ്മിക്കുന്നത് പോലുള്ള തീരദേശ സംരക്ഷണ നടപടികൾ ഉയരുന്ന സമുദ്രനിരപ്പിൽ നിന്നും തീരദേശ മണ്ണൊലിപ്പിൽ നിന്നും പ്രതിരോധിക്കാൻ സഹായിക്കും. പ്രകൃതിദത്ത ബഫറുകളായി പ്രവർത്തിക്കുന്ന കണ്ടൽ കാടുകൾ പുനഃസ്ഥാപിക്കുന്നത് തീരപ്രദേശങ്ങളെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യും. ജല മാനേജ്മെന്റ് മറ്റൊരു പ്രധാന ശ്രദ്ധാകേന്ദ്രമായിരിക്കും. ഡീസലൈനേഷൻ പ്ലാന്റുകൾ പോലുള്ള സാങ്കേതിക വിദ്യകൾ കടൽ വെള്ളത്തിൽ നിന്ന് ശുദ്ധജലം നൽകാൻ സഹായിക്കും. അതേസമയം മഴവെള്ള സംഭരണം മഴക്കാലത്ത് വെള്ളം പിടിച്ചെടുക്കാനും സംഭരിക്കാനും സഹായിക്കും. ഇത് ശുദ്ധജല സ്രോതസ്സുകളുടെ സമ്മർദ്ദം കുറയ്ക്കും. ഈ തന്ത്രങ്ങൾ നടപ്പാക്കുന്നതിൽ ഭരണവും സിവിൽ സമൂഹവും നിർണായക പങ്കുവഹിക്കണം. ദുരന്ത പ്രതികരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നത് അങ്ങേയറ്റത്തെ സംഭവങ്ങൾക്ക് സമൂഹങ്ങൾ മികച്ച തയ്യാറെടുപ്പ് ഉറപ്പാക്കും. കാലാവസ്ഥാ വിദ്യാഭ്യാസവും ബോധവൽക്കരണ ക്യാമ്പയിനുകളും പ്രോത്സാഹിപ്പിക്കുന്നത് വരാനിരിക്കുന്ന വെല്ലുവിളികൾ മനസ്സിലാക്കാനും പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനും മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനും ആളുകളെ മുൻകൈയെടുക്കാൻ സഹായിക്കും. കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാനുള്ള കേരളത്തിന്റെ ശ്രമങ്ങൾ വലിയ ആഗോള പോരാട്ടത്തിൽ ഒരു പ്രധാന പങ്കുവഹിക്കും. ഒരു സംസ്ഥാനം എന്ന നിലയിൽ ആഗോള കാലാവസ്ഥാ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സംഭാവന ചെയ്യാൻ കഴിയുന്ന അതുല്യമായ ആവാസ വ്യവസ്ഥകളും വിഭവങ്ങളും കേരളത്തിനുണ്ട്.
പുനരുപയോഗ ഊർജം സ്വീകരിക്കുന്നതിലൂടെയും വനവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും ഉദ്വമനം കുറയ്ക്കുന്നതിലൂടെയും ആഗോള കാർബൺ കാൽപ്പാടുകൾ കുറയ്ക്കാൻ കേരളം സഹായിക്കും. സമാനമായ വെല്ലുവിളികൾ നേരിടുന്ന മറ്റു പ്രദേശങ്ങൾക്ക് സംസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ ഒരു മാതൃകയായി മാറിയേക്കാം. ആഗോളതലത്തിൽ കേരളത്തിന്റെ സംഭാവനകൾ ചെറുതായി തോന്നാമെങ്കിലും ലോകമെമ്പാടുമുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിൽ വലിയ മാറ്റമുണ്ടാക്കും. 10 ഡിഗ്രി സെൽഷ്യസ് താപനില വർധനവ് പോലുള്ള തീവ്രമായ കാലാവസ്ഥാ സാഹചര്യങ്ങളെ നേരിടുന്നതിൽ അന്താരാഷ്ട്ര സഹകരണം നിർണായകമാകും. കാലാവസ്ഥാ വ്യതിയാനം കൂട്ടായ പ്രവർത്തനം ആവശ്യമുള്ള ഒരു ആഗോള പ്രശ്നമാണ്. അറിവ്, സാങ്കേതിക വിദ്യകൾ, വിഭവങ്ങൾ എന്നിവ പങ്കിടാൻ രാജ്യങ്ങളും പ്രദേശങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണം. ഫലപ്രദമായ പരിഹാരങ്ങൾ നടപ്പിലാക്കുന്നതിന് കേരളത്തിന് മറ്റ് സംസ്ഥാനങ്ങളുമായും രാജ്യങ്ങളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായും സഹകരിക്കാൻ കഴിയും. മികച്ച രീതികൾ പങ്കിടൽ, കാലാവസ്ഥാ ധനസഹായം സ്വീകരിക്കൽ, ഗവേഷണ സാങ്കേതിക വികസനത്തിൽ പങ്കാളിത്തം എന്നിവ ഇതിൽ ഉൾപ്പെടാം. കൂടാതെ പാരീസ് കരാർ പോലുള്ള ആഗോള ഉടമ്പടികളും കരാറുകളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടുന്നതിൽ കേരളത്തിന്റെ വിജയം വരാനിരിക്കുന്ന വെല്ലുവിളികളെ നേരിടാൻ ആവശ്യമായ വിഭവങ്ങളും പിന്തുണയും ലഭ്യമാണെന്ന് ഉറപ്പാക്കുന്നതിനുള്ള അന്താരാഷ്ട്ര സഹകരണത്തെ ആശ്രയിച്ചിരിക്കും. 10 ഡിഗ്രി സെൽഷ്യസ് താപനില വർധനവിനിടയിലും കേരളത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ശുഭാപ്തി വിശ്വാസം മനുഷ്യന്റെ പ്രതിരോധ ശേഷിയിലും നവീകരണത്തിലുമാണ്. വെല്ലുവിളികൾക്കിടയിലും ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങൾക്ക് പൊരുത്തപ്പെടാനും പരിഹാരങ്ങൾ കണ്ടെത്താനുമുള്ള കഴിവ് മനുഷ്യർ എപ്പോഴും കാണിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കുന്നതിന് കേരളത്തിന് ശുദ്ധമായ ഊർജം, കാര്യക്ഷമമായ കൃഷിരീതികൾ, കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്താൻ കഴിയും. സുസ്ഥിര രീതികൾ സ്വീകരിച്ചും കൂടുതൽ പ്രതിരോധശേഷിയുള്ള സംവിധാനങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഒരുമിച്ച് പ്രവർത്തിച്ചും പ്രാദേശിക സമൂഹങ്ങൾക്ക് ഒരു പങ്ക് വഹിക്കാൻ കഴിയും. കൃഷി, ജല മാനേജ്മെന്റ്, പുനരുപയോഗ ഊർജം എന്നിവയിലെ നവീകരണത്തിനുള്ള സാധ്യത ദൃഢനിശ്ചയത്തോടെയും സർഗാത്മകതയോടെയും ഈ അത്യധികമായ സാഹചര്യത്തെ നേരിടാൻ കേരളത്തെ സഹായിക്കും. അശുഭാപ്തി വിശ്വാസം പുലർത്തുന്ന വശത്ത് നിഷ്ക്രിയത്വത്തിന്റെ അനന്തരഫലങ്ങൾ ഭയാനകമായിരിക്കും. നെതർലൻഡ്സിന്റെ വെള്ളപ്പൊക്ക സംരക്ഷണ സംവിധാനങ്ങൾ അല്ലെങ്കിൽ സിംഗപ്പൂരിന്റെ ജല മാനേജ്മെന്റ് തന്ത്രങ്ങൾ പോലുള്ള ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിലെ കാലാവസ്ഥാ പൊരുത്തപ്പെടുത്തൽ ശ്രമങ്ങൾ കാലാവസ്ഥാ വെല്ലുവിളികളോട് ഫലപ്രദമായി പ്രതികരിക്കാൻ കഴിയുമെന്ന് കാണിക്കുന്നു. എന്നാൽ കേരളത്തിൽ നടപടിയെടുക്കുന്നതിൽ പരാജയപ്പെടുന്നത് മാറ്റാനാവാത്ത നാശത്തിലേക്ക് നയിക്കും. സമുദ്രനിരപ്പ് ഉയരൽ, ജൈവ വൈവിധ്യ നഷ്ടം, കാർഷിക സംവിധാനങ്ങളുടെ തകർച്ച എന്നിവ വിനാശകരമായിരിക്കും. കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനുള്ള നയങ്ങളും തന്ത്രങ്ങളും സംസ്ഥാനം നടപ്പിലാക്കിയില്ലെങ്കിൽ അത് ഗുരുതരമായ സാമൂഹിക, സാമ്പത്തിക, പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. നടപടിയുടെ അഭാവം കേരളത്തെ ദോഷകരമായി ബാധിക്കുക മാത്രമല്ല, ലോകമെമ്പാടുമുള്ള മറ്റു പ്രദേശങ്ങൾക്ക് ഒരു മുന്നറിയിപ്പായി വർത്തിക്കുകയും ചെയ്യും. കേരളത്തിൽ 10 ഡിഗ്രി സെൽഷ്യസ് താപനില ഉയരുന്നതിന്റെ സാധ്യത ഗുരുതരവും വ്യാപകവുമാണ്. കടുത്ത ചൂടും സമുദ്രനിരപ്പ് ഉയരുന്നതും മുതൽ കൃഷിയുടെ തകർച്ചയും ജൈവ വൈവിധ്യ നഷ്ടവും വരെ ഉണ്ടാകുമ്പോൾ അതിന്റെ അനന്തരഫലങ്ങൾ വിനാശകരമായിരിക്കും. ഇത് ഒഴിവാക്കാൻ മുൻകരുതൽ നടപടികൾ അത്യാവശ്യമാണ്. സുസ്ഥിര വികസനം, സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ, സമൂഹ പങ്കാളിത്തം എന്നിവയ്ക്ക് മുൻഗണന നൽകണം. കേരളം ശുദ്ധമായ ഊർജം സ്വീകരിക്കുകയും ജല മാനേജ്മെന്റ് മെച്ചപ്പെടുത്തുകയും അതിന്റെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുകയും വേണം. ഒരുമിച്ച് പ്രവർത്തിക്കുകയും ഫലപ്രദമായ പരിഹാരങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്നതിലൂടെ അത്തരമൊരു സാഹചര്യം തടയാനും അതിന്റെ ജനങ്ങൾക്കും പരിസ്ഥിതിക്കും കൂടുതൽ പ്രതിരോധശേഷിയുള്ള ഒരു ഭാവി സൃഷ്ടിക്കാനും സംസ്ഥാനത്തിന് കഴിയും. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.